നല്ലൊരു ഒഴിവ് ദിവസവുമായിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ മാറ്റിനിക്കോ ഒക്കെ പോകാമെന്ന് വെച്ചതായിരുന്നു. ഒന്നുമില്ലേ വല്ല പെമ്പിള്ളേരുടെ വായിലെങ്കിലും നോക്കി നിൽക്കാമായിരുന്നു. എവിടെ ആ ദിവസം നോക്കിയില്ലേ കൊച്ചപ്പന്റെ മകന്റെ എഴുന്നള്ളത്ത്, അവന്റെ ഒരു ടെസ്റ്റും കുന്തവും. ഷോ ചെറുക്കൻ ആദ്യമായിട്ട് വരിക. എടാ വിനയ, നീ കൂടെ വാടാ. എടാ എടാ വിനയ, എന്റെ കൂടെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ വരാമോന്ന്. ഇല്ല ജോസേ, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഓ, അവന്റെ ഒരു മുടിഞ്ഞ എഴുത്ത്. എഴുതിക്കോ എഴുതിക്കോ, ഒടുവിൽ ഞാൻ പീഠം വാങ്ങാനുള്ളതല്ലേ. വെളുക്കുവോളം കുത്തിയിരുന്ന് എഴുതിയിട്ട് ദൈവം സഹായിച്ച് ഇതുവരെ ഒരു അറ്റ അക്ഷരം അച്ചടിച്ചു വന്നോ? ഇല്ലല്ലോ. പത്രമാഫീസിലേക്ക് ചെല്ലുന്ന അതേ വേഗതയിൽ ഷറോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചും വരും. ഈ ഇനത്തിൽ മാസത്തിൽ നിനക്ക് നല്ലൊരു സംഖ്യ ചെലവ് കാണുമല്ലോടാ. പോടാ അവിടുന്ന് വാളി പഠിക്കാതെ. ചളപിളാന്ന് വാചകം അടിക്കാനും പെമ്പിള്ളയുടെ പിറകെ വെള്ളം ഇറക്കി നടക്കാനും അല്ലാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്റെ കൊള്ളുവാടാ. ഇല്ലായേ, പക്ഷെ അതിനെങ്കിലും കൊള്ളുവേ. നിന്നെ കൊണ്ട് അതിനും കൊള്ളത്തില്ലോടാ. നീ പോടാ. എടുത്തോളൂ. രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന മൂവാറ്റുപുഴ ഫാസ്റ്റ് പാസഞ്ചറിൽ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന യാത്രക്കാർ സ്റ്റാൻഡിന്റെ കിഴക്കേ വശം പാർക്ക് ചെയ്തിരിക്കുന്ന A347 നമ്പർ ബസ്സിൽ കയറേണ്ടതാണ്. രാവിലെ 7:50 പുറപ്പെടേണ്ടിയിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ് ഇന്ന് രാത്രി 11:20 പുറപ്പെടുന്നതാണ്. ഇങ്ങോട്ട് കൊണ്ടുപോവച്ചേ. എവിടെയാ പോണ്ടത്? പെട്ടിവിട്. എങ്ങോട്ടാ പോണ്ടേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, പെട്ടിവിട്. എനിക്കങ്ങനെ അധികം വെയിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. പെട്ടി ഞാൻ എടുത്തോളാം. നല്ല കാര്യമായി. ഇനിയിപ്പോ തന്നെ കൊണ്ടുപോകാനോ? ആയിക്കോ, പക്ഷെ പെട്ടിയെടുത്തതിന്റെ കൂലി ആദ്യം തരണം 5 രൂപ. 5 രൂപയോ? അതിന് പെട്ടി ഞാനല്ലേ ഇറക്കി വെച്ച്. താനിപ്പോ ഒന്ന് തൊട്ടല്ലോ. തൊട്ടല്ലോ, ചുമ്മാ ഞാൻ പറയാൻ കാശി എടുക്കും. ഇതെന്താ പിടിച്ചു പറയൂ? ഞാൻ തരുന്നില്ല. ദേ, എനിക്ക് വേറെ ജോലിയുള്ളതാ. കാശി എടുത്തേ. ഹായ് പ്രമീള. നിന്നെ കാത്തിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം ഇത്രയായല്ലോ. അമ്മയ്ക്ക് സുഖമല്ലേ? ഇനി ഹോസ്റ്റലിൽ ചെന്നിട്ടാകാൻ. പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട, പെട്ടി ഒന്ന് തൊട്ടാൻ 5 രൂപ. ഇനി താനത് എടുക്കും കൂടി ചെയ്താലോ? വേണ്ട വേണ്ട. എന്നാ മര്യാദക്ക് എന്റെ കാശി എടുത്തേ. ഇങ്ങോട്ട് മാറിയിക്കടോ, ഇങ്ങോട്ട് മാറിയേക്ക. കുറെ നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു, പല കംപ്ലൈന്റ്സും കിട്ടുന്നു. ഇപ്പോഴാണ് നേരിൽ കണ്ടത്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോടാ. അയ്യോ സാർ, ഞാൻ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട സാറേ. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. റാസ്കൽ, ക്ഷമിക്കാൻ? നോ നോ, നിന്നെ ഞാനിപ്പോ കസ്റ്റഡിയിൽ എടുക്കും. റാസ്കൽ. നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു സർ. എന്റെ പൊന്നു സാറേ, ഇനി ഇത് ആവർത്തിക്കില്ല. എന്റെ 2 മക്കളാണ് സത്യം. സത്യമാണോ? അതെ, ദൈവത്തിനാണ് സത്യം. ശരി, വയ്ക്കോ വയ്ക്കോ. ഓ, ഞാൻ ബസ് ഇറങ്ങിയിട്ട് ജോസ് ചായനെ എവിടെയെല്ലാം തെരഞ്ഞു. മോനോട്ടിന് എത്തിയോ? എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. പോവാ. എന്നിട്ട് എന്റെ മോനെ, നീ എന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. സത്യത്തിൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്നേ അവർ ധരിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് ഗമയായിരുന്നു. അല്ലെങ്കിലും പെമ്പിള്ളേരുടെ മുന്നിൽ നിനക്ക് ഗമ കൂടുതലാ. എന്നിട്ട് രണ്ടുപേരും കൂടെ പോകാൻ നേരത്ത് തൊഴുകയുടെ താങ്ക് യു എന്നൊരു പറച്ചിലും, ഞാൻ മൈൻഡ് ചെയ്യാതെ വലിയ പോസില് എന്നൊരു മൂളലും. പറയുമ്പോ ഉള്ളത് പറയണമല്ലോ. രണ്ടും കൊള്ളാം, ഒന്നിനൊന്നും മെച്ചം. ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇട്ട് വെച്ചു. ഇനി എന്നെ കാണുമ്പോ എപ്പോഴായാലും ഒരു റെസ്പെക്ട് ഉണ്ടാവുകേ. എന്താ എപ്പോഴാ എങ്ങനെയാ പ്രയോജനപ്പെടുക എന്ന് ആര് കണ്ടു? ചൂണ്ടയിട്ടോണ്ടിരുന്നോ? ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. കൊളുത്താൻ ഭാഗത്തിന് പിടഞ്ഞു കിടക്കുകയല്ലേ ഇരകള്. നീ പോടാ,
പെണ്ണും പ്രേമവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണം. നിനക്കിതേ കുറിച്ച് എന്തറിയാം? ആ, നാളെ രാവിലെ നിനക്ക് ടെസ്റ്റ് പോകാനുള്ളല്ലേ? എന്തിനാ വെറുതെ ഉറക്കളക്കുന്നേ? പോയിക്കോട്ട് തുടങ്ങ. ആ പിന്നെ നാളെ രാവിലെ 7 മണിക്കാണ് ഇവന്റെ ടെസ്റ്റ്. 9 മണിക്ക് കഴിയും. അവിടെ നിന്ന് അവനെ ബസ്സിൽ ഡെസ്പാച്ച് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വരും. ആ രാവിലെ എന്നെ ഒന്ന് വിളിച്ചേക്കണേ കള്ള. അക്കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു. അതാ നിനക്കുള്ള ബസ് വന്നു. സ്കൂളിൽ നിന്ന് ഇൻസ്പെക്ഷനാ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്ത് കൂടെ വന്നേനെ. ഒരു ടെമ്പിൾ ജംഗ്ഷൻ. ചില്ലറയില്ലേ 50 പൈസ? ഇല്ല. ആരുടെ കയ്യിലും ചില്ലറയില്ല. എല്ലാവർക്കും ബാക്കി കൊടുക്കാൻ ഞങ്ങൾ എന്താ റിസർവ് ബാങ്കാണോ? ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു വാങ്ങണം. ടെമ്പിൾ ജംഗ്ഷൻ ആയോ? ഇല്ല. ഞാനും അവിടെ ഇറങ്ങുന്നത്. എത്തുമ്പോ പറയാം. താങ്ക്സ്. ബാക്കി തരാനുണ്ട്. എനിക്കും കിട്ടാനുണ്ട്. ചില്ലറ ഉണ്ടായിട്ട് വേണ്ടേ തരാൻ? ഒരു 20 പൈസ എടുക്കൂ. ഇത് മാറ്റി 50 പൈസ അവർക്ക് കൊടുക്കണം. ഒരു മിനിറ്റ്, ഞാൻ ചില്ലറ മാറ്റിയിട്ട് ഇപ്പൊ വരാം. എന്തിനാണ് സാറേ? അസുഖം തന്നെയോ? 2 രൂപയ്ക്ക് ചില്ലറ വേണമല്ലോ ചെല്ലപ്പിള്ളേ. അയ്യോ, ചില്ലറയ്ക്കൊക്കെ വലിയ പ്രയാസം തന്നെ സാറേ. ആ ശരി, അങ്ങനെയാണെങ്കിൽ ഫിൽറ്റർ വെൽസ് വേണം. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പം തരാം. എടവനെ, നീ എന്താടാ വഴിയറിയ ബ്ലിങ്കി നിൽക്കുന്നേ? ഒരു അക്കിടി പറ്റിയടാ. ബസ്സിൽ വെച്ചൊരു പെൺകുട്ടി. പെൺകുട്ടിയോ? എന്നിട്ട് ഷോ, ഇവനൊരു എടാ പറയുന്നത് കേൾക്ക്. എനിക്കും ഒരു പെൺകുട്ടിക്കും കൂടി കണ്ടക്ടർ ബാക്കി തന്നു. അവൾക്ക് 50 പൈസ കൊടുക്കണം. ചെല്ലപ്പുമ്മയുടെ കടയിൽ നിന്ന് ദേ സിഗരറ്റും വാങ്ങി ചില്ലറയെ സംഘടിപ്പിച്ച് വന്നപ്പോ പാർട്ടിയെ കാണാനില്ല. ഷേ, എന്ത് മോശമായി പോയി നോക്ക്. ഇതാണ് ഞാൻ പറയുന്നത്, നിന്നെ കൊണ്ടൊരു വസ്തുവിനും കൊള്ളില്ലെന്ന്. ഞാനാണെങ്കിൽ 50 പൈസയല്ല, ഈ നോട്ട് മുഴുവത്തോടെ ആ പെണ്ണിനെ ഏൽപ്പിക്കും. ബാക്കി സൗകര്യം പോലെ തന്നാ മതിയെന്ന് പറഞ്ഞ് ഒരു ചെറിയ ലൈൻ ഇട്ട് വെക്കും. ആ പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയില്ലേ, 50 പൈസ മിച്ചം. എന്താ ഇത്? സിഗരറ്റല്ലേ? ഇങ്ങോട്ടോ. അല്ലടാ, കിളി എങ്ങനെ? കിളിയോ? ഇടാ, പെൺകുട്ടി എങ്ങനെ ഉണ്ടെന്ന്. സ്റ്റൈൽ. അതാണ് കിളി പറന്നു പോയപ്പോ നിന്റെ മുഖത്തത്ര വിഷമം. പോവാടാ. ആ സഞ്ചരിക്കാൻ പോയ മിണ്ടാപ്പൂച്ച എപ്പോഴാ കരവടക്കുന്നത് ആര് കണ്ടു?
കിട്ടാൻ ചോദിച്ചാണ്ട് സാധനം. എന്നോട് പൈസ വാങ്ങാതെ പോയതും ഇവളാണ്. നേരെ എന്താ സ്വാമി നോക്കുന്നേ? ഞാൻ ഓർക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലാതെ ഈ ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന്. വരുന്നത് ഒന്നിച്ച്, പോകുന്നത് ഒന്നിച്ച്, ഒപ്പിടുന്നത് ഒന്നിച്ച്, ലീവ് എടുക്കുന്നത് ഒന്നിച്ച്. എന്താണ് ഇതിന്റെ രഹസ്യം? ഇങ്ങനെയുണ്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ്? ആട്ടെ, ഓഫീസിന് വെളിയിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? ഊണും ഉറക്കവും എല്ലാം ഒന്നിച്ചായിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞാലും തെറ്റാവില്ല സ്വാമി. ഇങ്ങനെ പോയാൽ രണ്ടുപേരും കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ. സംഭവിച്ചുകൂടുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അടികൂടേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല സ്വാമി. കാരണം വിനയം സന്യസിക്കാൻ പോവുക. സ്ത്രീകളുടെ കാര്യം പറയുന്നതേ ഇവനിഷ്ടമല്ല. നിങ്ങൾ ഇവരെ അറിയുമോ? നമ്മുടെ പുതിയ ടൈപ്പിസ്റ്റാ. അതെയോ? നമസ്കാരം. സാറല്ലേ അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച്? അപ്പോ ഇവിടെയാണോ ജോലി? ഞാൻ വിചാരിച്ചത് ഏതോ പോലീസ് ഓഫീസർ മഫ്റ്റി വേഷത്തിൽ വന്നതാണെന്ന്. അപ്പോ എനിക്കൊരു പോലീസ് ഓഫീസറുടെ ഗമയൊക്കെ ഉണ്ട് അല്ലേ? ഇനി ഇതങ്ങ് വെച്ചോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 50 പൈസയും വിലപ്പെട്ടതാണ്. ഓ, ഐ എം സോറി. സാറായിരുന്നു. മറ്റൊന്നും വിചാരിക്കരുത്. 50 പൈസയ്ക്ക് വേണ്ടി ആ കടയുടെ മുമ്പിൽ കാത്തു നിൽക്കാൻ പ്രയാസം തോന്നി. അതുകൊണ്ടാ. സാരമില്ല. ഞാൻ വിനയൻ. പ്രമീള. പ്രമീള സാറിനെ മാനവ സാറ് വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇന്റർവ്യൂ എസ്റ്റേറ്റിലെ ഓഫീസ് വെച്ചായിരുന്നു അല്ലേ? അതെ. ഞാനൊന്ന് ടൂറിലായിരുന്നു. ആട്ടെ, താമസം എവിടെ? YWCA ഹോസ്റ്റലിൽ. നല്ലത്, സൗകര്യമായല്ലോ. ആ, ഷോർട്ട് ഹാൻഡ് അറിയാമോ? ഇല്ല. അതുകൂടെ പഠിച്ചുകൂടി? ശ്രമിക്കാം. പ്രമീള നീലേശ്വരം. നീലേശ്വരത്ത് എവിടെ? ഇലഞ്ഞിമറ്റം. വീട്ടുപേര്? നന്ദേനി. ഇതാ, ഈ 3 ലെറ്ററും ഉടൻ ടൈപ്പ് ചെയ്ത് കിട്ടണം. 3 കോപ്പികളും വേണം. യെസ് സർ. ശരി, വയ്ക്കുള്ളൂ. ഇതെന്താ സാറേ? ഓവർ എസ്റ്റിമേറ്റ്. ആ, നമ്മുടെ മാനേജർ സാറിന്റെ കൈയക്ഷരം പഠിക്കാൻ പ്രത്യേക സ്കൂളിൽ പോണം. നീ ഒരുങ്ങിയില്ലേ ഇനിയും? ഞാൻ എവിടേക്കില്ല. നീ എന്താ ഈ പറയുന്നത്? രാവിലെ മുതൽ വൈകുന്നത് വരെ സ്കൂളിലും ഓഫീസിലും. ഇങ്ങനെ പോയാൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് വയസ്സായി പോകും. എഴുന്നേൽക്ക, എഴുന്നേൽക്ക. നമുക്ക് വല്ല ബീച്ചിലോ പാർക്കിലോ പോകാം. ഫ്രഷ് എയർ കൊള്ളാം. വല്ലൊരു സുള്ളുന്നതും കാണാം. ഇവളുടെ ഒരു നാക്ക്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? എന്റെ പൊന്നു പ്രമീ, നമ്മളല്ലല്ലോ സൊള്ളുന്നത്. മുക്കിലും മൂലയിലും ഓരോ പാർട്ടികളിരുന്ന് സൊള്ളുമ്പോൾ സത്യം പറ, അത് കാണുന്നതൊരു സുഖമല്ലേ? ജസ്റ്റ് ഫോർ എ ഫൺ ഓഫ് ഇറ്റ്. താഴെ നമ്മുടെ പാർട്ടീസ് ഒക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ടാവും. എഴുന്നേറ്റ്.
അവളെ പറ്റി നിനക്ക് എന്ത് തോന്നുന്നു? ആരെ പറ്റി? ആ, നമ്മുടെ പുതിയ താരം പ്രമീള. ശരീര സൗന്ദര്യത്തെക്കാൾ മറ്റെന്തോ സിദ്ധിവിശേഷം അവൾക്കുള്ളതായി തോന്നിപ്പോകുന്നു. യു ആർ കറക്റ്റ്. എന്തോ ഒരു ഇതുണ്ടവക്ക്. എന്താണെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാം. ഒരു ഉൾനാടൻ പെൺകിടാവിന്റെ ലാവണ്യം, സ്ത്രീത്വത്തിന്റെ ശാലീനത പരിവേഷം ചാർത്തുന്ന മുഖം, കവിതയൂറുന്ന കണ്ണുകൾ, എല്ലാറ്റിനും ഉപരിയായി ഒരു വിഷാദ ഛായ. ഹായ് ഹായ്, ചുമ്മാ നല്ല ആളുകൾ തന്നെ കവിയെന്ന് വിളിക്കുന്നത്. എന്താ രണ്ടുപേരും കടലിലേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുന്ന കണ്ടല്ലോ. തിര എണ്ണുകയായിരുന്നു പ്രമീളെ. ദിവസവും ഇവിടെ വന്നിരുന്നു തിര എണ്ണു, അല്ലാതെ വേറെ എന്തോ ചെയ്യാനാ? ആ, പ്രമീളയുടെ കൂട്ടുകാരിയെ പരിചയപ്പെട്ടില്ല. ഐ എം സോറി. ഇവൾ മീര, സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ടീച്ചറാ. പോരെങ്കിൽ നല്ലൊരു പാട്ടുകാരിയും. മീരയുടെ 4-5 പാട്ടുകൾ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ, നേരോ? എങ്കിലിനി വല്ലപ്പോഴും നല്ല പാട്ടുകളൊക്കെ കേൾക്കാമല്ലോ. ആട്ടെ, ഒരു സംശയം. നിങ്ങൾ സംഘം ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഞങ്ങളെപ്പറ്റി എന്തോ കമന്റ് പാസ്സാക്കിയതാണ് അല്ലേ? അത് ഈ മീര ഒരു കുസൃതിക്കാരിയാ. വല്ലതൊക്കെ വിളിച്ചു പറയും. ആ, പറയുന്നേ. ഞങ്ങളെ പറ്റിയാണെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടാവുമല്ലോ. പറയണം. മറ്റൊന്നുമില്ല, നിങ്ങളെ കണ്ടാൽ ശ്രീരാമനും ലക്ഷ്മണനും പോലെ ഉണ്ടെന്ന്. രാമനും ലക്ഷ്മണനോ? ഞങ്ങളോ? ഏതായാലും മീരയ്ക്ക് നല്ല നർമ്മബോധമുണ്ട്. കൂട്ടുകാരെ ഞങ്ങളെ വിളിക്കുന്നത് മല്ലനും മാധവനും ഒന്നാ. അതിലൊക്കെ എത്രയോ ഭേദമായത്. ഇനിയൊരു സീതയുടെ കുറവേ ഉള്ളൂ. ഞാൻ തമാശയിൽ പറഞ്ഞതാ. അയ്യോ, ഞാനും തമാശ പറഞ്ഞതാ. കുറെ നേരമല്ല നിൽക്കുന്നു. ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കണം. ആ, മീരയുടെ വീട് എവിടെ? മലബാറില, പ്രമീലയുടെ വീടിനടുത്ത്. ഞങ്ങൾ ഒന്നിച്ചാ കോളേജിൽ പഠിച്ചത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 4 ആങ്ങളമാർ. 4 പേർക്കും വിദേശത്താ ജോലി. പെണ്ണായിട്ട് ഞാൻ മാത്രം. ഭാഗ്യവതിയാണല്ലോ. എന്ന് പറയാമോ? ഭാഗ്യം ഭാവിയെ ആശ്രയിച്ചിരിക്കും. ആട്ടെ, പ്രമീളയ്ക്ക് ആരൊക്കെയുണ്ട് വീട്ടിൽ? പ്രമീലയ്ക്ക് എല്ലാം കൂടി അമ്മ മാത്രം. അച്ഛൻ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? ബൈ ദ ബൈ, ജോസാറിന്റെയും മിനേസാറിന്റെയും വീടെവിടെ? കുന്നമ്പിയോ മാവേലിക്കര. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വഴക്കടിച്ച് വളർന്നു. ഇപ്പൊ ഒരേ മുറിയിൽ താമസിക്കുന്നു, ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഐസ്ക്രീം ആ, ഒരു 4 എണ്ണം കുറേ. താങ്ക്സ്. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് അധികം നേരമായിട്ടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസമാണ്. ഒന്ന് ആഘോഷികളെ. ആ, ഇങ്ങോട്ട് കൊടുക്ക്. കാശ് ഡേ, ഒരു 4 എണ്ണം ചൂടായിട്ടിടറേ. ആ, വേഗം എടുക്കടാ പോയി. കഴിക്ക്. ഒരു 4 അലവലാദികൾ വരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ. നമ്മൾ 4, നമുക്ക് 4. ഇവിടുത്തെ വാളികളാ. മീര, ആർ യു ക്രിസ്ത്യൻ? എന്താ അങ്ങനെ ചോദിച്ചത്? മീര എന്ന പേരും നെറ്റിയിലെ പൊട്ടും കണ്ടപ്പോ ഹിന്ദു ആണെന്ന് ഓർത്തു. പിന്നെ എങ്ങനെ മനസ്സിലായി? ഈ മാലയുടെ അറ്റത്ത് കിടക്കുന്ന കുരിശ്. എന്താ, ക്രിസ്ത്യാനിക്ക് പൊട്ടു തൊട്ടൂടെ? ഹിന്ദുവിന് കുരിശ് ധരിച്ചൂടെ? ആര് പറഞ്ഞു പാടില്ലെന്ന്? കൊള്ളാം, നല്ല പുരോഗമിച്ച മനസ്സാണല്ലോ. എന്റെ ഫുൾ നെയിം മീര ജോസഫ് എന്നാണ്. ആ, ജോസഫ്? ജോസഫിന്റെ ചുരുക്കം പേരില്ലേ ജോസ്? അതെ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ജോസഫിന് പകരം ജോസ് എന്ന് ചേർക്കാമോ എന്നൊരു സംശയം. അതായത് മീര ജോസ്. അടിച്ചെന്നെ പല്ലിയാൻ കുടിച്ചോളെ. ആ, അത് ശരി. അപ്പന്റെ തലയിട്ട് അണ്ടി കളർ ആസ്കൽ. കൂട്ടുകാരികൾ പോകാൻ ഒരുങ്ങുന്നു. എടാ വിനയ, ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ.
നീ വല്ലേ കവിയും സഹൃദയനും ഒക്കെ ആണെന്നാണല്ലോ വെപ്പ്. ആരാണ് കൂടുതൽ സുന്ദരി, പ്രമീളയോ മീരയോ? രണ്ടുപേരും സുന്ദരികളാ. ഓ, അവന്റെ ഒരു കണ്ടുപിടുത്തം. മറ്റാർക്കും അത് അറിയാൻ പാടില്ലാത്ത പോലെ. എടാ മരങ്ങോട് അതല്ല ചോദിച്ചത്. പ്രമീള അവൾ പ്രശാന്ത സുന്ദരമായ ഒരു നീല ജലാശയം. അയ്യോടാ, മീര കുണിഞ്ഞിച്ചിരിച്ചു കൊണ്ടൊഴുകുന്ന ഒരു കാട്ടരി. അയ്യോന്റെ അപ്പ. എങ്കിൽ മഹാകവി ഒരു കാര്യം ചെയ്യും, രണ്ടുപേരെയും കുറിച്ച് ഓരോ കവിത അങ്ങോട്ട് കാച്ച്. നിന്റെ കൈയുടെ തരിപ്പും മാറും, എനിക്കൊന്ന് വായിച്ച് രസിക്കുകയും ചെയ്യാം. ചേച്ചേ, പെണ്ണുങ്ങളെ കുറിച്ച് കവിത എഴുതാൻ എനിക്ക് വേറെ ജോലിയില്ലേ? പോടാ. അയ്യോടാ, അവന് പഞ്ചാര അടിക്കാൻ വെള്ളം ഇറക്കാം. എന്തോന്ന് നേരത്തെ പറഞ്ഞേ? ആ, കാട്ടരുവിയും കാണാം, ജലാശയവും കാണാം. എഴുതി ആകാശം ഒടിഞ്ഞു വിടുകൂടാ. എന്തിനാടാ ഈ ഹിപ്പോക്രസി? വാ